നമസ്കാരം. ഫെങ്ഷുയി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഓരോ വീടിന്റെയും ഓരോ കോർണറിനും മധ്യഭാഗത്തും ഒക്കെ ഉള്ള സ്ഥാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഓരോ സ്ഥാനത്തും എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വീട്ടുകാരെ ബാധിക്കുന്നത് എന്നാണ് നാം നോക്കിക്കണ്ടത്. ഫെങ്ഷുയിലൂടെ ചൈനീസ് വിശ്വാസത്തിലൂടെ അവരുടെ ആ ഒരു ജനതയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അങ്ങനെ നമ്മൾ അത് ഷെയർ ചെയ്ത് വന്നപ്പോൾ നമ്മൾ തെക്ക് കിഴക്ക് സെപ്റ്റി ടാങ്കോ മറ്റോ ആ മൂല കട്ടായി കിടക്കുകയോ, അതായത് ആ കോർണർ കട്ടായി കിടക്കുകയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള മാലിന്യങ്ങളോ ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ വളരെയധികം പരിപാലിക്കപ്പെടേണ്ട സ്ഥാനമാണ് തെക്ക് കിഴക്ക്. ആ സ്ഥാനത്ത് പരിപാലിച്ചില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അധിക ചെലവുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കിഴക്ക് വശത്ത് ആരോഗ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നം നമ്മൾ പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വടക്ക് കിഴക്കാണ്. ആ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് വിദ്യയുടെ സ്ഥാനമാണ്, വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനമാണ്, എഴുത്തുകാരുടെ സ്ഥാനമാണ്, വിദ്യാർത്ഥികളുടെ സ്ഥാനമാണ്, ചരിത്രകാരന്മാരുടെ സ്ഥാനമാണ്, വിദ്യ അഭ്യസിക്കുന്ന എല്ലാവരുടെയും പുരോഗതിക്ക് ഉതകുന്ന ഒരു സ്ഥാനമാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന വടക്ക് കിഴക്ക് ഭാഗം. നമ്മുടെ ഭാരതീയ വാസ്തു അല്ലെങ്കിൽ നമ്മുടെ കേരളീയ വാസ്തുവിലേക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഈശാനകോണം എന്നറിയപ്പെടുന്ന അവിടെയാണ് നമുക്ക് കിണർ വരാറുള്ളത്. അപ്പൊ അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. എങ്കിൽ തന്നെയും നമ്മൾ ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തെ വളരെയധികം ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ പരിപാലിക്കപ്പെടേണ്ടതാണ്. അതുപോലെ നമ്മുടെ വീടിനകത്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് എന്തെങ്കിലും ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ വാഷ് ബേസിനോ അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുകയും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തായിട്ട് ഹാളിന്റെ മുന്നേ നമ്മുടെ വീടിന്റെ ഹോളിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ല ബുക്ക് ഷെൽഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ബുക്കും പുസ്തകങ്ങളും ഒക്കെ വെച്ച് വായിക്കാനുള്ള നല്ല നമുക്ക് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞ പുസ്തകങ്ങളും മറ്റൊക്കെ ഇവിടെ കാണും. അതൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ബുക്ക് ഷെൽഫായി അതിനെ മാറ്റാം. അവിടെ ഒരുപാട് ക്രിസ്റ്റലും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നാണ് ഫെങ്ഷിയിലൂടെ ചൈനീസ് വിശ്വാസത്തിലൂടെ പറയുന്നത്. അതൊക്കെ ചെയ്യുന്നത് വളരെയധികം വിദ്യാഭ്യാസ പുരോഗതിക്ക് നല്ലതായി മാറുക തന്നെ ചെയ്യും. പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ആ ഭാഗത്ത് നിന്ന് പഠിക്കുക. അത് ട്രഡീഷണൽ ഫെങ്ഷനിലൂടെയാണ് പറയുന്നത്. എന്നാൽ ഈ വർഷത്തെ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത് ഫ്ലൈയിങ് സ്റ്റാർ അനുസരിച്ച് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റ് ഭാഗമാണ്. ഇതും നിങ്ങൾ ഓർമ്മയിരിക്കട്ടെ. അത് ചൈനീസ് വിശ്വാസം അനുസരിച്ചാണ് ഇതൊക്കെ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തെ വളരെയധികം ബാധിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇന്നലെ ഷെയർ ചെയ്യുന്നത് ഒരു വീടിന്റെ കാര്യമാണ്. ഈ ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ കേരളത്തിന്റെ ഏത് ഭാഗത്തും നല്ല വൈവിധ്യമുള്ള എഞ്ചിനീയർമാരെ കൊണ്ട് ചെറിയ മുതൽ മുടക്കിൽ കുറഞ്ഞ ചെലവിൽ വീട് വയ്ക്കുവാൻ, അതായത് വാസ്തുവും ഫെങ്ഷുയും ചൈനീസ് വാസ്തുവിദ്യയും നല്ല എഞ്ചിനീയർമാരുടെ വൈവിധ്യമൊക്കെ ചേർന്നുകൊണ്ട് കലയും ശാസ്ത്രവും സമ്മേളിക്കുന്ന നല്ല ഒരു വീട്, നല്ല ഒരു ഐശ്വര്യ ഭവനം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുവാൻ വേണ്ടി നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്. കുറഞ്ഞ ചെലവിൽ ആവശ്യക്കാർക്ക് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം.